ഓ, ഇന്ന് ഇലയൊക്കെട്ട് അടിപൊളി സ്റ്റൈലിലാണല്ലോ. സുബ്ബു ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഇന്ന് ദോശയാ. ദോശയാണോ? എന്നാ പെട്ടെന്ന് കൊണ്ടുപോവാ, വിശന്നിട്ട് പാടില്ല. ഇപ്പൊ കൊണ്ടുവരാം. ദോശക്കാരൻ മാധവന് മീശ തിന്നാനാശ, മീശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. സുബോ ക്യുക് ക്യുക്. ഇതാണോ ദോശ? അതെ, ഇവിടെ ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി. ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഇങ്ങനെ ദോശ തന്നാ മതി. അത് നീയാണോ കാണിക്കുന്നത്? ഇതെല്ലായിടത്തും മുഖത്തേം തേക്കും. അല്ല പിന്നെ ശ്വാസം കൊടുക്കും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? സോറി സുബ്ബു, ഞാൻ അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? സുബ്ബു എന്തു കോലവാടി? അമ്മ പഠിപ്പിച്ച പോലെ തന്നെയാ ഞാൻ കോലം ഇട്ടിരിക്കുന്നത്. ഓ, അന്ത കോലമല്ല, നിന്റെ കോലം. തലയിൽ വച്ചാൽ പേനരിക്കും, താഴെ വച്ചാൽ ഉറുമ്പരിക്കുമെന്ന് കരുതി വളർത്തിയ നീ കോളേജിൽ ചെന്നപ്പോൾ ലൈൻ അടിച്ചു ഒരു നസാണി പൈല കെട്ടി. അപ്പളേ ഞാൻ ചൊല്ലിയാച്ച് അന്ത നസാണി പൈല കെട്ട വേണ്ടാന്ന്. ഇപ്പൊ എന്നാ ആച്ച് അനുഭവിച്ചോ? എല്ലാം എന്റെ വിധിയാ അപ്പാ. അഴുകാതെ അവൻ വരാറായോ? ഇപ്പതേ പെമ്പിള്ളാരുടെ കൂടെ കൂട്ട്. ശിവ ശിവ, അഴകാതെ പാപ്പ, അവൻ വരട്ടും. இந்த അയ്യങ്കാർ ആരാണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. വാ പാപ്പാ. അയ്യങ്കാര് വീട്ട് അപ്പ എപ്പ എത്തി? ഞാൻ നേരത്തെ എത്തി, എനിക്ക് എത്തേണ്ടി വന്നു. നീ എന്നാ നനച്ചേ? ഉനക്ക് വിവരമുണ്ടാ, വിദ്യാഭ്യാസമുണ്ടാ, അറിവ് കേട്ടാമുണ്ടോ? ഇനി നീ എന്റെ മകളുടെ മേറ്റ് കൈവച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ അപ്പൊ നീ എന്റെ മേറ്റും കൈവെക്കുമല്ലേ? അപ്പ ഞാൻ താങ്ങിയതല്ലേ? അല്ലെങ്കിൽ നീ പണ്ടേ താങ്ങാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്റെ മകൾക്ക് താങ്ങിയത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ വരേണ്ടി വന്നത്. അപ്പ ഈ ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കില്ലേ? ഞാൻ അവളുടെ ഭർത്താവല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ മകളുടെ മേത്തെങ്ങാനും നീ കൈവച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ആ കൈ ഞാൻ വെട്ടും. അല്ലെങ്കിൽ ശ്രീപീഡനത്തിന് കേസ് കൊടുത്ത് നിന്നെ ഞാൻ തൂക്കിക്കൊല്ലും. ഈ പറയുന്നത് റിട്ടയർ ജഡ്ജി കൃഷ്ണരാമ അയ്യരാണ്. ദാമ്പത്യ ജീവിതം സുഖപ്രദമാക്കാൻ 10 വഴികൾ. അത് കൊള്ളാം. ഈ സുബ്ബു എവിടെ പോയി കിടക്കുക? ഇനി മുതൽ നീ എന്റെ റൂമിൽ കിടക്കണ്ട. പോടാ വെളിയെ, പോ. സുബ്ബു, അവൻ കിടക്കാൻ കളി. ആ സുബ്ബു, ഉക്കാര് കണ്ണേ. ഇത് നീ വച്ചുക്കോ. നിന്നുടെ കാര്യങ്ങളെല്ലാം നടത്താൻ അപ്പാവായ നാനല്ലേ ഉള്ളൂ. നിന്നുടെ ഭർത്താവ് അറിവുകെട്ട മുണ്ടം, അവൻ ചില്ലി കാശ് ചെലവാക്കുവോ നിന്റെ കാര്യത്തിന് വേണ്ടി? ഇതിൽ നിന്ന് 5 പൈസ ചോദിച്ചാൽ നീ അവന് കൊടുത്തു പോകരുത്, മനസ്സിലായോ? അങ്ങനെ ശരിയാക്കി തരാം.
யாரு Samurai sword on my back. Don't know how to act. Maybe you should relax. Maybe you should relapse. Just kidding. ഓടി വാങ്ങ തിരുടനെ പിടിച്ചാച്ച് സുപ്പു ഓടി വാ സുപ്പു തിരുടനെ പിടിച്ചാച്ചിട്ടാ നോക്ക് സുപ്പു ഈശ്വരാ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ? എന്റെ സുബു സ്വന്തം വീട്ടിൽ നിന്ന് കാശെടുത്ത് എങ്ങനെയാ മോഷണാവുന്നത്? ഞാനൊരു ബൈക്ക് എടുക്കാൻ വേണ്ടി ലോൺ എടുക്കണ്ടല്ലോ എന്ന് കരുതിട്ടല്ലേ വീട്ടിൽ നിന്ന് തന്നെ എടുത്തത്. നിനക്ക് ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിലേ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ബൈക്ക് എടുക്കണം, അല്ലാതെ എന്റെ കാശല്ല കട്ടെടുക്കേണ്ടത്. മനസ്സിലായോടാ കള്ള? കായംകുളം കൊച്ചുണ്ണി പെരും കള്ള ഇരുത്തിക്കറ പക്കി. ₹1 ബൈക്ക്, ബാക്കി ഇൻസ്റ്റാൾമെന്റ്. തൊട്ടു പോകരുത്. ഇതെന്റെ സ്വന്തം കാശ് കൊണ്ട് ഞാൻ വാങ്ങിയ എന്റെ ബൈക്കാണ്. ആഹാ, നിന്റെ അപ്പാടെ കയ്യിൽ മാത്രമല്ലടി, എന്റെ കയ്യിലുണ്ടടി കാശ്. അയ്യോ, ഒരു ബൈക്കുകാരൻ വന്നിരിക്കുന്നു. ഗുഡ് ഈവനിങ്. അയ്യോ സാർ, ഇതെങ്ങോട്ടാ? ഗുഡ് ഈവനിങ്. വെറുതെ ഒരു ഈവനിങ് വാക്ക്. അത് നല്ലതാ. ശരി ശരി. കൈ കാശില്ലെങ്കിലേ ഹോട്ടലിൽ കയറി കഴിക്കാൻ നിൽക്കരുത്. ഹോട്ടലിൽ തന്റെ തറവാട്ടൊക്കെ എന്ന് വിചാരിച്ചോ? ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാന്നേ. ഇന്നത്തെ കൂടെ കൂട്ടി ഒരു 150 എന്റെ പറ്റേ എഴുതിയത്. മറ്റുള്ളവരെ പറ്റിച്ചിട്ട് തിന്നാൻ നടക്കുന്നു. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വല്ല പണിയെടുത്ത് ജീവിച്ചു കൊടുത്ത് എനിക്ക്. എന്റെ ചേട്ടൻ, ഞാൻ ടൗണിൽ വരുന്നതിനും വരെ എന്റെ പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചായക്കട കയറുന്നതിന് മുമ്പ് ആരാണ്ട് എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോയതാ. നേരത്തെ ഒരു 4 പരിപ്പോട് ഇട്ട് ഒരാൾ പോയില്ലേ, എനിക്ക് അയാളെ സംശയമുണ്ട് കേട്ടോ. ഓ പിന്നെ ഈ കടയുടെ ഫ്രണ്ടിൽ വന്നപ്പോ തന്റെ കോപ്പ് പോക്കറ്റ് അടിച്ചു പോയല്ലേ? എടുക്കണോ കാശ്? അല്ല പിന്നെ ഇവൻ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. അത് തന്നെ. ഞാൻ വരത്തില്ല. അയ്യോ, എന്താണ് എന്താ? അയ്യർ സാറോ? സാർ വന്ന് നന്നായി. ഇയാളെ നമ്മുടെ കടയിൽ കയറി മൂക്കുമുട്ടം തിന്നിട്ടേ കാശിരാ കടന്നളഞ്ഞ. ഇയാളെ ഞങ്ങൾ കൈയോടെ പിടിച്ചു. ഇവരൊട്ടൊക്കെ 2 കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടത്. ഇന്ന് ഞാൻ എന്ത് വിശ്വാസവഞ്ചനയാണോ താൻ ഈ കടക്കാരനോട് കാണിച്ചത്? താൻ പണം തരുമെന്ന് കരുതിയല്ലേ ഇയാൾ ഭക്ഷണം മുഴുവൻ തന്നത്? ടിയാനോട് കാണിച്ചത് വഞ്ചനയാണ്, അതെ, ചീറ്റിംഗ്. അതുകൊണ്ട് തനിക്ക് 3 വർഷം കഠിന തടവാണ് ശിക്ഷ. മനസ്സിലായോ? എന്റെ പൊന്നു സാറേ, ഞാൻ ആരെയും പറ്റിച്ചതല്ല. എന്റെ 10,000 രൂപയുടെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചതാ. എന്നെ പൊന്നു സാർ, ഇയാൾ കള്ളനാ. നിർത്ത്. എന്താ തന്റെ പേര്? ജയകുമാർ. കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് തോന്നുന്നു. കണ്ടിട്ടല്ല സാറേ, അല്ലേലും ഞാൻ മാന്യം തന്നെയാണ് സാറേ. എന്തായാലും ഇത്തവണത്തേക്ക് വിട്ടേക്ക്. ഇയാൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. അതെ അതെ. എനിക്ക് അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റെ കാശ് ഇടണം. സാർ ചുമ്മാ മിണ്ടായി. ഇങ്ങോട്ട് വാടാ. അയാൾക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. 10,000 രൂപയുള്ള അയാളുടെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. അയാളെ വിട്ടേക്ക്. സാറിന് അത്രയ്ക്ക് ദണ്ണം ഉണ്ടെങ്കിലേ ഇയാള് കഴിച്ചതിന്റെ കാശ് സാറതാ. അത് ശരിയാ. ദാനം നമ്മുടെ ധർമ്മമാണ്. ആട്ടെ, ഇയാൾ എത്ര രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു? 115. കാലമാടാ. അപ്പോൾ എത്ര രൂപയാന്നാ പറഞ്ഞത്? 115. 115. 100, 10, 5 രൂപ പിന്നെ തരാടോ. 5 രൂപ പിന്നെ തരാന്നോ? സാറിന്റെ ഉണ്ടാവൂലോ. 10ന്റെ നോട്ട്. 5 രൂപ ഞാൻ പിന്നെ തരാം. ചേട്ടാ, എന്റെ എന്തായാലും പറ്റിയതു പറ്റി. ഇനി മേലാൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചാടാതെ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള എന്നെ പോലുള്ളവർ എപ്പോഴും രക്ഷിക്കാൻ ഉണ്ടാവില്ല. മനസ്സിലായോ? സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം. പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ.
12 നാളെ 13 മറ്റന്നാൾ വരുമ്പോ എന്താ സാറേ, ഒന്ന് നിൽക്കണേ. സാറേ. താനാണോ? താൻ ഇതുവരെ പോയില്ലേ? സാറേ, സാറ് ചെയ്ത ഉപകാരത്തിന് ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്ന. അന്നേരം എനിക്ക് നന്ദി പറയാൻ പറ്റില്ല. എനിക്കൊന്ന് നന്ദി എടോ, പറയാം. ഞാൻ ചെയ്ത ചെറിയ ഉപകാരത്തിന് താൻ എന്തിനാണ് ഇങ്ങനെ നന്ദി പറയുന്നത്? അതെല്ലാം ഞാൻ ചെറിയ വെച്ചിരിക്കുന്നത്. താൻ വീട്ടിൽ പോ നോക്ക്. സാറേ അതല്ല സാറേ, അതല്ല സാറേ. എന്നാന്നറിയാവോ, ആ ഹോട്ടലിൽ വെച്ച് ഞാൻ നാണം കെട്ടപ്പോ എല്ലാ മാന്യന്മാരും നോക്കി നിന്നപ്പോൾ സാറ് മാത്രം എനിക്കൊരു സഹായം ചെയ്തത്. എനിക്ക് അതിന് സാറിനോടൊന്ന് നന്ദി പറയണം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉപകാരം സാർ എനിക്ക് ചെയ്തത്. സാറിനോട് എനിക്ക് നന്ദി പറയണം. സാരമില്ല, മേലാൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതെ നോക്കിയാൽ മതി കേട്ടോ. ധൈര്യമായിട്ട് വീട്ടിൽ പോ. സാറേ അതല്ല സാറേ, അതല്ല സാറേ. സാറിനോട് എനിക്ക് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. സാറിന്റെ വീട് ഇവിടെ അടുത്ത് വല്ലതാണോ? സാറിന്റെ വീട് ഇവിടെ അടുത്താണോ? എന്റെ വീട് വളരെ ദൂരെയാണ്, പക്ഷെ എന്റെ മകളുടെ വീട് ഇവിടെ വളരെ അടുത്താണ്. സാറിന്റെ മകളുടെ വീട് ഇവിടെ അടുത്താണോ? എങ്കിൽ എനിക്ക് സാറിന്റെ മകളോട് എനിക്ക് നന്ദി പറയണം. കാരണം ഇത്രയും വലിയ മഹാമനസ്കനായ അച്ഛനെ കിട്ടിയ ആ കുട്ടി ഭാഗ്യവതി തന്നെയാണ്. എനിക്ക് ആ കുട്ടിയോട് നന്ദി പറയണം സാറേ. എടോ, ഞാൻ ചെയ്ത ഉപകാരത്തിന് താൻ എന്തിനാണ് എന്റെ മകളോട് നന്ദി പറയുന്നത്? താൻ വീട്ടിൽ പോടോ. സാറേ എനിക്ക് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ സാറേ. എനിക്ക് നന്ദി പറയണം. തനിക്ക് നന്ദി പറയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ എന്റെ മകളുടെ വീട്ടിലേക്ക് വാ. നമുക്ക് അവിടെ ചെന്ന് ഒരു സംഭാരം കുടിച്ച് പിരിയാം. ഓക്കെ, ഇതാണ് എന്റെ വീട്. ഇതാരാ വേലക്കാരനോ? ആ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഞാനിങ്ങോട്ട് വാ. തന്റെ അപ്പം പറ്റാൻ വേലക്കാരൻ. സുബു, സുബു. എന്താ അപ്പാ? സാറിന്റെ മോളാണല്ലേ എന്നുടെ മകൾ സുബു. ചേച്ചി അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം ചേച്ചി. ഓ, പുണ്യവതി തന്നെ. ഇത്രയും വലിയ മഹാമനുഷ്യന്റെ മകളായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പരം പുണ്യം വല്ലതും ഉണ്ടോ? ഓ, പുണ്യവതി തന്നെ. ഇതാരാ അപ്പാ? ആ, സുബു, ഇന്റെ ആള് ചായക്കടയിൽ ചായ ഞാൻ കുടിക്കുമ്പോൾ- പറഞ്ഞതാ സാറേ. ചേച്ചി, ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാൻ പുറത്തുനിന്ന് വന്നതാ. ഞാൻ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിറങ്ങിയതാ ടൗണിൽ. ഞാൻ ബസ് ഇറങ്ങി ഇവിടെ വന്നൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോ കാശ് കൊടുക്കാൻ നേരം ഉണ്ടല്ലോ, എന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചോണ്ട് പോയി. അന്നേരം നാട്ടുകാരും ഹോട്ടലുകാരും എല്ലാരോടും കൂടി എന്നെ തല്ലിച്ചതച്ച സമയത്തുണ്ടല്ലോ, ഈ അയ്യര് സാറ് ദൈവദൂതനെ പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കാപ്പി കുടിച്ച 115 രൂപ കൊടുത്തൊരു മഹാമനുഷ്യനാണ് ഇദ്ദേഹം. ഇങ്ങനെ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാറേ, ഞാൻ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചെല്ലുന്നു നോക്കി എന്റെ ഭാര്യ, അമ്മ, എന്റെ 2 മക്കളും കാത്തിരിക്കുക സാറേ. എന്റെ കൃഷ്ണ, ഈ പാവപ്പെട്ട മനുഷ്യന്റെ പൈസ എടുത്താണ് തലയിൽ അല്ലേ അപ്പാ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഈ ഉപകാരം നീ മറന്നാലും ഞാൻ മറക്കില്ല. കാരണം രൂപ 115 എന്റെ പോയത്. ആട്ടെ, ഈ രാത്രിയിൽ ഇനി എങ്ങോട്ട് പോണു? ഇനിയിപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക. ആഹാ, അതിന് ചേട്ടന്റെ വീട് എവിടാ? കട്ടപ്പനയില്. അയ്യോ, ഇനി ഈ രാത്രി എങ്ങനെ പോകും? ബസ് കിട്ടുമോ? ഏതെങ്കിലും വണ്ടി കിട്ടുമായിരിക്കും. വേണ്ട വേണ്ട, ഇനി എങ്ങും പോക വേണ്ട. എന്നോട് സുബു ഉണ്ടാക്കിയ തൈര് സാറ് സാപ്പിട്ട് രാവിലെ പോയാൽ മതി. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വേണ്ട സാറേ, അത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകത്തില്ല. പറഞ്ഞാൽ പറ്റില്ല. സുബു, ഇദ്ദേഹത്തിനുള്ള അത്താഴം എടുത്തു വെക്കൂ. ശരിയപ്പാ. പാചകമൊക്കെ നന്നായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മകളുടെ കൈപുണ്യം? നന്നായിരുന്നു. എന്തു പറ്റി? സുഹൃതക്ഷയം. നല്ല കപക്കൂറുള്ള ദേഹം. സുബു, ഇദ്ദേഹത്തിന്റെ ബെഡ്റൂം റെഡിയായോ? അയ്യോ, ഒന്നും വേണ്ട സാറേ. എനിക്കൊരു പായും തലേണം തന്നാ മതി. ഞാൻ പുറത്ത് എവിടെയെങ്കിലും കിടന്നോളാം. ഈ രാത്രി ഒറ്റയ്ക്ക് എങ്ങനെയാ പുറത്ത് കിടക്കണേ? എന്റെ സാറേ, ഞാനൊരു അന്യനല്ലേ. ഒരു പരിചയമില്ലാത്ത എന്നെ വീടിനകത്ത് വിളിച്ച് കിടത്തിയിട്ട് നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ അത് വേണ്ട. ഞാൻ പുറത്ത് എവിടെയെങ്കിലും കിടന്നോളാം. നിങ്ങൾ വാതിലടച്ച് കിടന്നോ. സുബു, ഒരു പായും തലോണയും കൂടെ എടുത്തോണ്ട് വരാ. ഈ ഉപകാരം ഞാൻ മറക്കത്തില്ല സാറേ. സുബു ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. കിടന്നോളൂ. അപ്പോ നല്ല കൊതുകുണ്ട്. സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. അപ്പോ ഗുഡ് നൈറ്റ്. കിടക്കാം. ദൈവമേ, ഇന്നത്തെ കാലത്ത് ഇതുപോലെ നല്ല ആൾക്കാരുണ്ടല്ലോ. ദൈവമേ, രക്ഷിക്കണേ. അയ്യോ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. എന്താ എന്ത് പറ്റി? എന്റെ ബൈക്ക് കാണാതെ പോയി. കാണാതെ പോയെന്നോ? എങ്ങോട്ട് പോയി? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ തുടച്ചു മിനുക്കി വെച്ചിരുന്ന ബൈക്കാ. അതാരോ കൊണ്ടുപോയി. അയാൾ എവിടെ പോയി? അത് ശരിയാണല്ലോ, അയാൾ അവിടെ പോയി.
എന്നെ അന്വേഷിക്കേണ്ട, ബൈക്ക് ഞാൻ കൊണ്ടുപോകുന്നു. നന്ദി. സമാധാനായല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ബൈക്ക് കണ്ടവൻ കൊണ്ടുപോയപ്പോ അപ്പാക്ക് മോൾക്ക് തൃപ്തിയായല്ലോ. എന്റെ ഈ മരമണ്ട അപ്പ കാരണം എന്റെ ബൈക്ക് പോയത് അറിയോ? ഓ പിന്നെ കഷ്ടപ്പെട്ട ബൈക്ക് 1 രൂപ കൊടുത്ത് മേടിച്ചല്ലേ, അത് കള്ളം കൊണ്ടുപോയാലും സാരമില്ല അല്ലേ അപ്പ? ആ അല്ലെങ്കിൽ കള്ളത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മോശമല്ലല്ലോ. എന്റെ അപ്പ എനിക്ക് തന്ന പൈസ മോട്ടിക്കാൻ നോക്കിയതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കള്ളൻ, പെരുകള്ളൻ. പൊന്നുപോലെ വളർത്തിയ എന്റെ മോളെ നീ തല്ലിയല്ലേ? നിന്നെ ഇന്ന് ആരാ ആരാ? ഞാൻ അയ്യർ, റിട്ടയർഡ് ജഡ്ജ് കൃഷ്ണറാം അയ്യർ. എൻ മോളെ നീ തല്ലിയല്ലേടാ? കയ്യോ വളരണ കാലോ വളരണെന്ന് നോക്കി വളർത്തിയ എൻ സുബ്ബു മേലെ കൈവച്ച ഉനക്ക് இந்த ஐயர் നൽകും ദണ്ഡனை, മരണ ദണ്ഡனை. അയ്യരുടെ ഭീഷണി രക്ഷപ്പെട്ട് ഇവിടെ മനസ്സമാധാനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അപ്പച്ചനെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അപ്പച്ചാ! Jimmy! Silence! My dear son, Jimmy! അപ്പച്ചാ! നീ എന്നെ കൊല്ലാൻ നോക്കുവാണോടാ ജിമ്മി? അത് അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. അതിന്റെ പേരും ജിമ്മി എന്നാണ്. ആ, സോറി മൈ ഡിയർ സൺ. ചവിട്ടല്ലേ? ഇതെന്താ ഇത്? അത് കോലവാ. കോലവോ? അതെ, ഈ ബ്രാഹ്മണന്മാരിടുന്ന കോലവാ. എല്ലാ ബ്രാഹ്മണന്മാരുടെ കോലം ഞാൻ മാറ്റി തരാം. Come on. അതെ അപ്പച്ചാ. പിന്നെ ഇതേതാ ഈശോടപ്പുറത്തിരിക്കുന്ന പുല്ലാങ്കൂടൻ അത് ഫാമിലി? സുബുവിന്റെ കൃഷ്ണനും രാധയാ. സുബുവിന്റെ കിക്ടൻ. ഇനി ഇവിടെ ആര് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. താൻ എന്താ പറഞ്ഞ്? ഇനി ഇവിടെ ആര് വേണമെന്ന് താൻ തീരുമാനിക്കുമെന്നോ? പോലീസ്, ഇതേ എന്റെ മകളുടെ വീടാ. മകളുടെ വീടൊന്നു? ഇവിടെ മാനം മര്യാദയ്ക്ക് പഠിപ്പിച്ചിരുന്ന എന്റെ ചെറുക്കന് കൈയും കണ്ണും കാണിച്ച് തന്റെ മകൾ വശീകരിച്ചെടുത്തിട്ട് ഇപ്പൊ അവളുടെ വീടൊന്നു? സുന്ദരിയായ എന്റെ മകളെ കണ്ടപ്പോ കണ്ണിന് തിമിരം ബാധിച്ച് കവന്നടിച്ച് വീണ തന്റെ ഈ മോനാണ് കൊല്ലരുതാത്ത. മനസ്സിലായോ? എന്റെ മകനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ മകനെ പറഞ്ഞ താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നോ? ആ, എന്ത് ചെയ്യും? താനുണ്ടല്ലോ, താൻ അയ്യരല്ല, താൻ മരങ്ങോടന. മരങ്ങോടനോ? എന്നെ താൻ മരങ്ങോടെന്ന് വിളിക്കുമല്ലേ? തന്നെ ഞാൻ അപ്പച്ചാ, ഇത് തല്ലി. തല്ലിയോ? സ്കൂൾ
രക്തക്കളരികൾ പോരാടുന്നു വിധിയോടുന്നു ഇരുപേരും തോൽവി അറിയാതെ ഇന്നും പോരു തുടരുന്നു തമ്മിലിവർ തെല്ലും വാശി കളയാതെ. സുബു, ഈ അപ്പാമാര് കാരണം നമ്മുടെ ഉള്ള മനസമാധാനം പോയല്ലേ. നിന്റെ അപ്പ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇച്ചായൻ എന്നെ തലയുണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. മാത്രമല്ല ഇച്ചായനും അപ്പച്ചനെ വിളിച്ചു വരുത്തിയില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഇനി അവര് തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ദൈവം വിചാരിച്ചാലേ നടക്കൂ. മുകുന്ദാ ജനാർദ്ദന വാസുദേവാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആമേൻ. കൃഷ്ണ മുകുന്ദാ ജനാർദ്ദന വാസുദേവാ ഭൂമിയിലും വാർത്തപ്പെടുവാനാണ്. എന്നെയും എന്റെ സുബുവിനെയും കാത്തോളണേ കൃഷ്ണ മുകുന്ദാ ജനാർദ്ദന. ഈശോയെ കർത്താവേ സ്തോത്രം. കൃഷ്ണ മുകുന്ദ ഈശോയെ ജനാർദ്ദന. കാർമുകിൽ വർണ്ണ കൃഷ്ണ മുകുന്ദ യേശുദേവാ. കാർമുകിൽ വർണ്ണ കൃഷ്ണ യേശു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഈശോ യേശുവേ സ്തോത്രം. കർത്താവേ കൃഷ്ണ ജനാർദ്ദന മുകുന്ദ വാസുദേവാ. മുകുന്ദ യേശുവേ ജനാർദ്ദന സ്തോത്രം. സ്തോത്രം യേശുവേ സ്തോത്രം. കൃഷ്ണ ജനാർദ്ദന യേശുവേ സ്തോത്രം. ഈ ദൈവങ്ങളൊക്കെ ഒന്നാണല്ലേ? നേരാ. നമ്മൾ ഈ കർപ്പൂരം കത്തിച്ചാലും മെഴുകുതിരി കത്തിച്ചാലും അതിന്റെ എല്ലാം വെട്ടം ഒന്ന് തന്നെയാ. എന്നാലും മെഴുകുതിരിയുടെ പ്രകാശത്തിന് ഇത്തിരി വെട്ടം കൂടുതലാ അല്ലേ? നമ്മളിവിടെ വന്നത് നമ്മുടെ മക്കളെ തമ്മിൽ അടുപ്പിക്കാനാ, അല്ലാതെ അടിപ്പിക്കാനല്ല. നേരെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആ വിഷയത്തിൽ നിന്ന് അങ്ങ് മാറി അല്ലേ?